സർക്കാർ അനുമതി ലഭിച്ചിട്ടും ഷട്ടർ കം ബ്രിഡ്ജ് പദ്ധതി ഇഴയുന്നതായി പരാതി. കാസർഗോഡ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിനെയും മടിക്കൈ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് വർഷങ്ങളേറെയായിട്ടും പൂർത്തീകരിക്കാത്തത്. 4,65 ലക്ഷം രൂപ പാസാക്കിയ പദ്ധതി ഇപ്പോൾ കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമാണ്. പദ്ധതി വരുന്നതോടെ 2 പഞ്ചായത്തുകളിലെയും കുടിവെള്ളം, കൃഷി, ഗതാഗത മാർഗങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പറഞ്ഞ് നാട്ടുകാരവിടെ കാത്തിരിക്കുകയാണ്. അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട്. 2015 കിനാനൂർ കരിന്തളം പഞ്ചായത്തിനെ അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തുകളെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പാലം, അതായത് ഷട്ടർ കം ബ്രിഡ്ജ് എന്നൊരു പാലത്തിന് വേണ്ടി ഒരു അനുമതി ലഭിച്ചത്. എന്നാൽ ഇപ്പോഴും ആ ഒരു പാലത്തിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളടക്കം ആരോപിക്കുന്ന കാര്യം. ഏകദേശം 4 കോടി രൂപ ചെലവിട്ട് അനുമതി നൽകിയ ഒരു പാലമായിരുന്നു. എന്നാൽ ഇപ്പോഴും ആ പാലത്തിന്റെ പണികളൊന്നും നടക്കുന്നില്ല. 2 പഞ്ചായത്തുകൾ, ഇതൊരു കിനാനൂർ കരിന്തളം പഞ്ചായത്തും തൊട്ടപ്പുറത്ത് കാണുന്ന കുറെ ട്രൈബൽസ് ഏരിയ, അതായത് മടിക്കൈ പഞ്ചായത്തും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. ഏകദേശം 2000-ഓളം കുടുംബങ്ങൾ ഈ ഒരു ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു പാലം മാർഗം പോവേണ്ടിയിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ 6 കിലോമീറ്റർ ദൂരത്തോളം ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് എന്നുള്ളതാണ്. നമ്മളെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. 4,65 ലക്ഷം രൂപ എസ്റ്റിമേറ്റാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതിനുശേഷം കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. ഇത് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 2-ാം വാർഡിൽപ്പെട്ട കല്ലടക്കം പ്രദേശത്തെയും അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം എന്നതിനുപരി ഈ നമ്മുടെ ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ള പ്രദേശത്തിലെ കൃഷിക്ക് ആവശ്യമായ ജലസേചന സൗകര്യം കൂടി കണ്ടുകൊണ്ടാണ് ഈ ഷട്ടർ കം ബ്രിഡ്ജ് പാലം ഇവിടെ നമ്മൾ കണ്ടത്. നമ്മൾ മുൻ റവന്യൂ മന്ത്രി കൂടിയായിട്ടുള്ള ചന്ദ്രശേഖരൻ അവറുകളാണ് നമ്മളുടെ ഇവിടുത്തെ കാഞ്ഞങ്ങാട് MLA-യുടെ സ്ഥലമാണിത്, മണ്ഡലമാണിത്. ഏകദേശം 2000-ഓളം ആളുകൾ ഈ സമീപപ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. എല്ലാവർക്കും അതൊരു ദുരിതമായ കാര്യമാണ്. കുടിവെള്ളമടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രി എന്ന് പറയുന്ന അപ്പുറത്താണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് തിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. അതെ, ഇവിടെ പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്താണ് കാഞ്ഞങ്ങാടേക്കും പിന്നെ മറ്റേ ഇവിടെ കാഞ്ഞിരപ്പൂര് ഭാഗത്തേക്കെല്ലാം പോകുന്നവർക്കെല്ലാം അടുത്ത് പാലം വന്നു കഴിഞ്ഞാൽ ഒരു എളുപ്പമാർഗ്ഗമായി. കൃഷിക്ക് ആണെങ്കിൽ വെള്ളയും അടക്കട്ട് വന്നാലും സൗകര്യമാണ് വെള്ളത്തിൻ്റെ എല്ലാം. അത് തന്നെയാണ് നാട്ടുകാരുടെ ആശങ്കയാണ് അവർ പറയുന്നത്. ഒരു പാലം വന്നാൽ തന്നെയും ആ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അത്തരത്തിലൊരു ഗതാഗത മാർഗവും, ഒപ്പം തന്നെ ഈ ഒരു പാലത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ജലസംഭരണി അടക്കം ഉൾപ്പെടെയുള്ള ഷട്ടർ കം ബ്രിഡ്ജ് എന്നൊരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ്. എൻ്റെ പുറകിലായി കാണുന്ന ഇതാണ് ആ ഒരു ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. ഇത് വന്നാൽ തന്നെയും ഒരുപാട് ആളുകൾ കൃഷിക്ക് ആവശ്യമായത്, അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും അതിന് വേണ്ടവിധ പരിഹാരമാകുന്നില്ല. ഏകദേശം 10 കൊല്ലമായിരിക്കുന്നു ഇതുവരെ യാതൊരു പരിഹാരമാകുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ള ആളുകളടക്കം ആരോപിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.